1976 ന്യൂയോർക്കിൽ സ്റ്റൊമത്തീസ് മൊറൈറ്റീസ് എന്ന ഇയാൾക്ക് ടെർമിനൽ ലങ് ക്യാൻസർ വരുന്നു. അതും സ്റ്റേജ് 3. ഡോക്ടർ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അധികകാലം ജീവിക്കാൻ കഴിയില്ല, ഒരു 6 മാസം മാത്രമേ സമയമുള്ളൂ. അതുവരെയും എത്രത്തോളം സന്തോഷമായി ജീവിക്കാൻ സാധിക്കുമോ അത്രത്തോളം സന്തോഷമായി ജീവിക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനും എന്ത് ചെയ്യണമെന്നറിയില്ല. ശരി, എന്തായാലും സ്വന്തം നാടായ ഗ്രീസിൽ പോയി ബാക്കിയുള്ള കാലം അവിടെ കഴിയാം എന്ന് ചിന്തിക്കുന്നു. അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ വിളവെടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. അവിടെ തന്നെ തയ്യാറാക്കുന്ന വൈനും കഴിച്ച് അയാളുടെ ജീവിതം നയിക്കാൻ തുടങ്ങി. ഇങ്ങനെ മാസങ്ങൾ പോകുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തനിക്ക് 6 മാസം കഴിഞ്ഞു, ഇത് 7ാമത്തെ മാസമാണെന്ന്. ശരി, ഒരു പക്ഷേ ഡോക്ടറുടെ പ്രഡിക്ഷനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാമെന്ന് കരുതി അയാളും അത് കാര്യമാക്കിയില്ല. ഇപ്പം മാസങ്ങൾ പതിയെ വർഷങ്ങളാകാൻ തുടങ്ങി. ഇപ്പോൾ വർഷങ്ങൾ അങ്ങനെ പോയി 2024 കൂടിയും അയാൾ ഇന്നും ജീവനോടെ ഉണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾ കേൾക്കുക. 45 years from then and I'm still digging and working. അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ വന്നിട്ട് 45 വർഷമായി, അതായത് 105 വയസ്സായിട്ട് കൂടി ഞാനിവിടെ വൈനും കുടിച്ച് വളരെ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ വീഡിയോയുടെ അവസാനം ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ഒരുപാട് വയസ്സായവർ താമസിക്കുന്ന സ്ഥലം ഈ ലോകത്തിൽ 5 എണ്ണത്തിന് പ്രത്യേകം പറയുന്നുണ്ട്. സയന്റിസ്റ്റ് ഈ സ്ഥലങ്ങളെ ബ്ലൂ സോൺ എന്ന് പറയും. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ ജീവിത രീതി മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് അത്രത്തോളം കാലം ജീവിക്കാൻ സാധിക്കും. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുമായി ജീവിക്കാൻ തുടങ്ങണം. അത് കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ സയന്റിസ്റ്റ് ഇതോടുകൂടി അവസാനിപ്പിച്ചില്ല. 10 വർഷം അവിടെ തന്നെ ആയിരുന്ന് റിസർച്ച് നടത്തുന്നു. ഇപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലമാണ് ഒറിജിനൽ ബ്ലൂ സോൺ എന്ന് പറയാം. ഈ സ്ഥലമാണ് സെർബേനിയ. ഈ സ്ഥലത്ത് മറിഞ്ഞിരിക്കുന്ന വില്ലേജ് ആണ് സിയോലോ. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ബ്ലൂ സോൺ. 800 പേരിൽ കൂടുതലുള്ള ഈ ഒരു സ്ഥലത്ത് 100 വയസ്സിൽ കൂടുതലുള്ള 6 പേരുണ്ട്. 90 മുതൽ 100 വയസ്സ് വരെയുള്ള ഏകദേശം 100 പേരിൽ കൂടുതലുണ്ട്. ഇവിടെയുള്ള ജനങ്ങളെ കുറിച്ച് കാണുകയാണെങ്കിൽ ഹോട്ടലിൽ ജോലി നോക്കുന്നവർ പോലും വളരെ സന്തോഷമായിരിക്കും. അവരുടെ മുഖത്ത് അത്രത്തോളം സന്തോഷം കാണാൻ സാധിക്കും. പറഞ്ഞു വന്നാൽ നമ്മളൊക്കെ ചെന്നിട്ട് ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചാൽ ധൈര്യത്തോടു കൂടി ഡാൻസ് കളിക്കാൻ പോലും തയ്യാറാകും. അത്രത്തോളം നിഷ്കളങ്കരായ മനുഷ്യർ. നമ്മുടെ ഇന്ത്യയിലെ ഒരു വില്ലേജിൽ മാത്രം മുഴുവൻ വീടുകളിലും കതകില്ലാത്തത് കണ്ടിട്ടുണ്ടാകും. അതാണ് ഷിഗ്നാപൂർ എന്നൊരു ഗ്രാമം. എന്നാൽ ഇവിടെയുള്ള വീടുകളിൽ കതകുണ്ട്, പക്ഷെ കീ അതിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പൊ സിംഗപ്പൂരൊക്കെ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ്. കഴിക്കാൻ ഒരു ഫുഡ് കോർട്ടിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ സ്ഥലം പിടിക്കാനായി നിങ്ങളുടെ വാലറ്റ് പോലും അവിടെ വെച്ചിട്ട് പോകാം. എന്ത് വെച്ചിട്ട് പോയാലും ആരും അതെടുക്കില്ല. പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവിടെയുള്ള നിയമങ്ങൾ വളരെ കഠിനമായിരിക്കും. എന്നാൽ ഈ സ്ഥലത്ത് യാതൊരു നിയമവുമില്ലാതെ ജനങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി ഒരു കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കഴിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും കാശ് കൊടുത്തു വാങ്ങണമെന്ന് ആവശ്യമില്ല. അവരുമായി നന്നായി സംസാരിക്കുക, അവരുമായി നല്ലൊരു ബന്ധം പുലർത്തുക, ഫുഡ് ഉണ്ടാക്കാൻ അവരെ സഹായിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. വളരെ ആശ്ചര്യപ്പെടുന്ന കാര്യം 106 വയസ്സായവർ പോലും ബിയർ കുടിക്കും. 96 വയസ്സായവർ പോലും കൃഷിസ്ഥലത്ത് ജോലി നോക്കും. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ നാടും സംസ്കാരവും ആചാരങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പക്ഷെ ഈ വില്ലേജിൽ ഇപ്പോൾ നിങ്ങൾ പോയാൽ പോലും നമ്മെ നന്നായി ശുശ്രൂഷിക്കും. അതാണ് അവിടെയുള്ള മനുഷ്യർ. ഇത് തന്നെയാണ് മനുഷ്യന് വേണ്ട ഗുണവും. എന്നാൽ സന്തോഷം എന്തെന്ന് പോലും അറിയാതെ ഒരു മെഷീൻ പോലെയാണ് മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്നത്. എന്ത് നഷ്ടപ്പെടുത്തുന്നു എന്ന് പോലും മനസ്സിലാകാതെ ആഡംബര ജീവിതമാണ് സന്തോഷമുള്ളത് എന്ന് കരുതി നമ്മൾ ആ വഴിയെ പോകുന്നു. ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ചുറ്റുമുള്ളവരെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളെ ദൈവം നോക്കിക്കൊള്ളും എന്നാണ് ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കുമോ? വളരെ ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു യൂട്യൂബർ വരുമ്പോൾ എത്രത്തോളം ആളുകളാണോ കൂട്ടം കൂടുന്നത്, അവർക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പോലും ആഗ്രഹമില്ല. ഇവിടെയുള്ള മറ്റൊരു കാര്യം പാർട്ടി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പാർട്ടി രാത്രിയല്ല നടക്കുന്നത്, 3 മണിക്കാണ്, അത് രാവിലെ. ഇത് ഫംഗ്ഷനൊന്നുമല്ല, വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കും. അവരുടെ നാട്ടിൽ ചീസ് പോലും അവരാണ് ഉണ്ടാക്കുന്നത്, ആടിൻ്റെ പാലിൽ നിന്നും. ഇതാണ് അവരുടെ ഡെയിലി ലൈഫിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ ചീസിൽ കൊളസ്ട്രോൾ കുറവാണ്, എന്നാൽ അതേസമയം അധികമായ പ്രോട്ടീനും ഇതിലുണ്ട്. എല്ലാ ദിവസവും ഇവിടെയുള്ള എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട്. ശരി, അവർ മദ്യപിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കും കുടിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരുടെ ജീവിത രീതി വേറെ, നമ്മുടെ ജീവിത രീതി വേറെ.
അവർ ചെറിയ പ്രായം മുതൽ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കാനും തുടങ്ങുന്നുണ്ട്. പാനിപ്പൂരി, ബിരിയാണി ഇതൊക്കെ കഴിക്കുന്ന നമ്മൾ അവരുമായി കമ്പയർ ചെയ്യാനേ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം അല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന പച്ചക്കറികൾ പോലും വിശ്വസിച്ച് കഴിക്കാൻ കഴിയാത്ത കാലമാണിത്. പറഞ്ഞു വരുന്നത്, നിങ്ങൾ തന്നെ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ തന്നെ കഴിക്കുക. വയസ്സായ കാലത്ത് ആക്റ്റീവായിരിക്കുക, നന്നായി ജോലി ചെയ്യുക. ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന സെർബേനിയയ്ക്കും മറ്റു ബ്ലൂ സോൺസിനും എന്ത് പൊരുത്തമെന്ന് ചോദിച്ചാൽ, ഇവരെല്ലാവരും വർഷങ്ങളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇവർ ഒളിപ്പിച്ചു വെച്ചത് ഇവരുടെ ലൊക്കേഷൻ മാത്രമല്ല, ഇവരുടെ സംസ്കാരവുമാണ്. ഈ ഇറ്റലിയിൽ നിന്നും സെർബിയൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ എന്താണ് കാരണം എന്നതിന് അവർ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ജനസംഖ്യ വളരെ കുറവാണെന്നാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ഒരുപാട് വർഷം ജീവിക്കുന്നുണ്ട്. അതാണ് വളരെ പ്രധാനമെന്ന്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് സ്ത്രീക്കും പുരുഷനും ഒരേ ആയുസ് അല്ല ഉള്ളത്. എന്നാൽ ഇവിടെയാണ് എല്ലാവരും ഒരുപോലെ അധിക ദിവസം ജീവിക്കുന്നത്. ഇന്ന് കണ്ട വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, അവർ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്നത് അവർ തന്നെ കഴിക്കുന്നു. കൂടാതെ വളരെ ശുദ്ധമായ കാറ്റും കിട്ടുന്നുണ്ട്. ഇതും ഒരു കാരണം തന്നെയാണ്. ഒരിക്കലും കേടാകാത്ത തേനിനെ പോലും എക്സ്പയറി ഡേറ്റ് ഇട്ട് വിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ വളരെ ശുദ്ധമായി വൃത്തിയോടുകൂടി യാതൊരു കെമിക്കൽസും ഇല്ലാതെ കൃഷി ചെയ്ത് അതിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ഇവർ 100 വയസ്സിൽ കൂടുതൽ ജീവിക്കുമെന്നുള്ളതിൽ യാതൊരു ആശ്ചര്യവുമില്ല. എന്നാൽ ഇവരുടെ DNA പരിശോധിച്ചാൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളത് മറ്റൊരു സത്യം. അവിടെ ജീവിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ അത്രയേറെ പുഞ്ചിരി കാണാൻ സാധിക്കും. ഇതാണ് ഒരു പക്ഷേ ഇവിടെ സീക്രട്ട് എന്നും പറയാം. നമ്മൾ ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ഭ്രാന്തന്മാർ എന്ന് പറയുമോ എന്ന് ഭയന്നു പോലും പലരും ചിരിക്കാൻ ഭയപ്പെടും. മനസ്സ് തുറന്ന് ചിരിച്ചാൽ മാത്രം മതി, രോഗങ്ങളെല്ലാം പോകുമെന്ന് മുതിർന്നവർ പറയുന്നത് വെറുതെയല്ല. അതുകൊണ്ടാകാം സ്റ്റൊമത്തീസ് മൊറേത്തീസ് തൻ്റെ 60 വയസ്സിൽ ക്യാൻസർ വന്നിട്ട് പോലും 105 വയസ്സ് വരെയും ജീവിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പുറകിലും അവരുടെ സംസ്കാരം, ജീവിത രീതിയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.